അയ്യോ അമ്മേ എന്റെ വയറ്. ആഹാ, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സയൻ മുഴങ്ങുന്ന പോലെ. എന്തായത് ഉസൈൻ ബോൾട്ടിനെ പോലെ? അയ്യോ എനിക്ക് വയ്യേ. ഇന്ന് ഞാൻ ചിരിച്ച് ചാകുവേ. ഇതെന്താണ് ദിവ്യഗർവോ? ആഹാ, ഛർദിയൊക്കെ ഉണ്ടല്ലോ. ഇനി ഞാൻ ഉറക്കത്തിലെങ്ങാനും. ചേ മോളെ, നീ എനിക്ക് എന്തോ ഇക്കാലൊക്കെ തന്നെ. ഹൈ, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ പാലി കുറച്ച് കെമ്മിട്ട കാര്യം. ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? നിങ്ങൾക്കിപ്പോ വന്നുവന്ന് മറവി ഇത്തിരി കൂടുന്നുണ്ട്. മോളെ ചേ, ഇങ്ങക്ക് നാണമില്ലേ? എട്ടും മുട്ടും தெரிയാത്തൊരു പാവം പെണ്ണിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസ്കാരം ഇല്ലാതെ ചീത്ത വിളിക്കാൻ. ഇങ്ങനെ വളരെ വലിയ ബാഡ് ബോയ് ആണ്. ഓ പരട്ട കോഴി, ഈ നാശത്തിനൊക്കെ കുറച്ചു കഴിഞ്ഞ് പോയിക്കൂടെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്? ഓ, ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. അയ്യേ, ഇങ്ങനെ വിളിക്കിടന്നാണ് ഇന്നലെ ഉറങ്ങിയത്. അച്ചോടാ, ഇപ്പൊ ഇവിടുന്ന് തഴുതപ്പുന്നതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെ ഭർത്താവ് ഭാര്യയെ കൊന്നു എന്ന ചീത്തപ്പേര് എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കേൾക്കേണ്ടി വരും. ആ, പുറകുവശത്തൊരു കുളമുണ്ടല്ലോ, അവിടെ പോയി സുഖമായിട്ട് നീരാടാം. ഞാൻ എന്നെ തേച്ച ഓൾഡ് കാമൻ പട്ടി. അവന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്നോട് പ്രതികാരം വീട്ടാനാണ് അവന്റെ പുറപ്പാട്. ബട്ട് അവൻ അറിയില്ല ഈ ഞാൻ ശരിക്കും ആരാണെന്ന്. അയ്യോ, ദേ നിൽക്കുന്നു യുദ്ധഭൂമിയിലൊരു ഭടൻ. കണ്ടിട്ട് എന്റെ തല കൊയ്യാനുള്ള നിൽപ്പാണെന്ന് തോന്നുന്നു. കണ്ണൊക്കെ ചോപ്പിച്ച് ഇപ്പൊ എന്നെ കൈ കിട്ടിയ തല്ലിക്കൊല്ലും. ചെറുതായി പേടിച്ചോ? എനിക്കാ പേടിയാ? എന്തെങ്കിലും ആകട്ടെ, ഇനി ഒരു തല്ല് കിട്ടിയാൽ തന്നെ അതിനുള്ള പണി വഴിയെ കൊടുക്കാം. ഇപ്പൊ ചെറുതായിട്ടൊന്ന് പോയി ചോറിന് നോക്കാം. അല്ല, ഇതാര്? എന്റെ കണവനോ? ഇതെപ്പോ ഇറങ്ങി ബാത്റൂമിന്ന്? ഇന്നലെ സുഖമായിട്ട് ഇറങ്ങിയെന്ന് വിശ്വസിക്കുന്നു. മോളെ, എന്റെ കൈയുടെ ചൂടറിയുന്നെങ്കിൽ ഒരു അകലത്തിൽ നിന്നോ. ഓ പിന്നെ, നീ അടിക്കാൻ വരുമ്പോ എന്റെ കൈ മാങ്ങ പറിക്കാൻ നിൽക്കുമല്ലേ? ഒന്ന് പോടാ. അവന്റെ ഒരു ഭീഷണി, അത് എന്നോട്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെയൊക്കെ അയ്യോ, വീട്ടിലെ എന്നെ. ആ, വീട്ടിലെത്തേണ്ടി എന്നെ. കോപ്പൻ വീടുന്നില്ലല്ലോ. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ സച്ചിൻ, അനിക്ക് എന്തിനാടാ കരയുന്നേ? പാട്. അയ്യോ അച്ഛാ, ഓടി വായോ. ഇക്കേരന്റെ കൈ പിടിച്ച് തിരിച്ചേ. എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യേ. അടങ്ങിയിരിക്കുന്നത് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ കൈയും കാലം തല്ലിയൊടിച്ചിട്ട് എനിക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട. അച്ഛൻ ഇങ്ങോട്ട് കയറി വരുമ്പോ അത്തിരുപാത്തോളം എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനാണ് ഉദ്ദേശമെങ്കിൽ പൊന്നുമോളെ, അറിയാലോ നിനക്ക് എന്നെ. അനുമോളെ, എന്തു പറ്റി? മോളോട് ഉച്ചയായിട്ടല്ലോ ഞാൻ. അതൊന്നുമില്ലച്ചോ, ഇവളൊരു പാറ്റയെ കണ്ട് പേടിച്ച് നിലവിളിച്ചതാ. അയ്യോ അയ്യോ, എന്താ മോളെ? മോളെന്തിനാ ഇങ്ങനെ കരയുന്നേ? അച്ഛാ, ഞാൻ സച്ചുവേട്ടനെ രാവിലെ ചായ കൊണ്ട് കൊടുക്കാത്തതിന് എന്റെ കൈ പിടിച്ച് തിരിച്ചു.
ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ എന്റെ കൈ തിരിച്ചുകൊണ്ടിരുന്നു. നോക്ക്, എല്ല് വിട്ടിരിക്കുന്നത്. എല്ല് വിട്ടെന്നോ? ഈ പിശാശ് എന്തൊക്കെയാണ് ഈ പറയണത്? സച്ചി, നിനക്കിത്ര ഭ്രാന്തായോ? ഈ ചെറിയൊരു കാര്യത്തിനാണോ നീ ഈ കൊച്ചിനോട് ഇങ്ങനെ ചെയ്തത്? നീ എന്നെ ഭീഷണിപ്പെടുത്തൂലടാ. നിനക്കുള്ള ചായയും പരിപ്പോടെ അച്ഛന്റെ കയ്യിൽ നേരിട്ട് വാങ്ങണം. ഓൾഡ് കാമുകൻ തെണ്ടി. അച്ഛ, ഇവള് പെരും കള്ളിയാ. ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ. അയ്യോ അച്ഛ, ഞാൻ എന്തിനാ അച്ഛനോട് കള്ളം പറയുന്നേ? എന്തിനാണ് സച്ചുവേട്ടാ എന്നെ പെരും കളിന്നൊക്കെ വിളിക്കുന്നേ? എന്റെ ഭഗവതി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്നെ ഇങ്ങനെ ദ്രോഹിക്കണേ? പണ്ടാണ് കണ്ണീന്ന് കണ്ണീര് മനില്ല. തൽക്കാലം തിരിഞ്ഞ് ഇന്ന് കണ്ണിലൊരു കുത്തു കൊടുക്കാം. സച്ചി, നിന്നിൽ നിന്ന് ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അനിമോളുടെ വീട്ടുകാർ നമ്മളെ ഒത്തിരി വിശ്വസിച്ചിട്ടല്ലേ ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. എന്നിട്ട് നീ ഈ കൊച്ചിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന എന്തിനാ? ഓ പിന്നെ, എന്റെ വീട്ടുകാർ വല്ല ഇവിടെ ഉണ്ടായിരുന്നില്ല എന്റെ കളി എപ്പോഴും കളിച്ചു തോന്നേനെ. അച്ഛൻ, ഞാൻ വേണ്ട, നിന്റെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. നീ വേഗം ചെയ്ത തെറ്റിന് അനിമോളോട് മാപ്പ് പറ. അച്ഛ, എന്നെ വിളിച്ചലറാനല്ല പറഞ്ഞേ, മോളോട് മാപ്പ് പറയാനാ. അച്ഛാ, അതൊന്നും വേണ്ട. ഏട്ടനൊരു അബദ്ധം പറ്റി. ഞാനത് അപ്പോ തന്നെ മറന്നു. ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. അത് മോളുടെ നല്ല മനസ്സ് എന്ന് വെച്ച് തെറ്റ് ചെയ്തത് ആരായാലും അതൊരു ഏറ്റുപറച്ചിലൂടെയോ മാപ്പിലൂടെ പറഞ്ഞില്ലാതാക്കണം. സച്ചിൻ, പറയണ പറ്റി മാപ്പ്. സോറി അനു. അങ്ങനെയല്ല, ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് പറ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്റെ കൈ പിടിച്ച് തിരിച്ചതിന് സോറി. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഓ, പല്ലൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എനിക്കുള്ള പണി ഓൺ ദ വേ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ എനിക്ക് ഗ്രാസ് ആണ്. അയ്യോ, അച്ഛൻ പോവാണോ? ഞാനുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് വണ്ടിയല്ല. ന്യൂ അഡ്മിഷൻ ആണല്ലേ? ഞാനും ചേച്ചിക്ക് കൂട്ടിന് ഇങ്ങോട്ട് വരാൻ അച്ഛൻ പറഞ്ഞു. ആ, മോളെന്താ ഇങ്ങനെ ചുറ്റും നോക്കി നിൽക്കുന്നേ? എന്ത് പറ്റി? അടുക്കളയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഓ, വീട്ടിലായിരുന്നപ്പോ തിന്നാൻ മാത്രമേ അടുക്കളയിൽ കയറത്തുള്ളൂ. അതിന് അമ്മ എന്നെ പ്രാകാത്ത ദിവസങ്ങളൊന്നുമില്ല. ഹേയ്, ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങനെ നോക്കുമായിരുന്നു. നല്ല അടുക്കള. ആ മോളെ, ആ മുകളിലിരിക്കുന്ന ഓറഞ്ച് കളറിലെ ഡപ്പയിൽ തേയിലിരിപ്പുണ്ട്. അതിങ്ങെടുത്തേ. ഇതെന്താണിത്? എല്ലാം ഓറഞ്ച് കളറാണല്ലോ. എന്റെ ഭഗവതി, ഈ തേയിലയുടെ കളർ എന്തായിരുന്നു? ആ, ബ്രൗൺ. അത് തന്നെ. എന്താ കമലാമ്മേ, തേയിലിടുന്നില്ലേ? മോൾക്ക് അടുക്കളയിൽ കയറി ഒത്തിരി വശമൊന്നുമില്ലല്ലേ? എന്റെ ഭഗവതി, ഈ സത്യം കമലാമ്മ എങ്ങനെ മനസ്സിലാക്കി? അതിലിത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? മോളിപ്പോ തേയിലക്ക് വരും എനിക്ക് എടുത്തു തന്നത് ഗരം മസാലയാണ്. അയ്യോ, ചമ്മി നാറി. നല്ല വൃത്തിക്ക് നാറി. പോരാളിയുടെ പ്രാക്കാണ്. അന്നേ പറഞ്ഞതാണ് പാചകം കുറച്ചെങ്കിലും പഠിക്കാൻ. എന്നാൽ ഞാൻ എന്നാലും നാറി. ഇനി കുളിച്ചു കയറാം. പഠിച്ചാ മതി. കാരണം നിന്റെ കെട്ടിയ നാവിന് രുചിയുള്ള ആഹാരങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. ഉപ്പ് പുളിയോ എരിവോ ഒന്ന് കൂടിയ പിന്നെ അത് തൊട്ടുകൂടി നോക്കില്ല. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നാ പിന്നെ പൊന്നുമോനെ ഉപ്പും പുളി എരിവും കൂടിയ ഫുഡ് മാത്രം കഴിച്ചാ മതി. മോളെ, അവൻ നിന്നോട് സ്നേഹത്തിൽ തന്നെ അല്ലേ? പിന്നെ ഭയങ്കര സ്നേഹത്തിലാണ്. അനുവിലെ ആ പോലും തികച്ചു വിളിക്കത്തില്ല. അത്രയും സ്നേഹത്തിലാണ്. എന്റെ പൊന്നു കമലാമേ, ആ മഴങ്ങോടന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയുന്നതല്ലേ? അതിന്റെ ഒപ്പം എന്റെ കൂറ സ്വഭാവവും. വല പൊട്ടകിണറ്റിൽ അറിയാനത് ഭാഗ്യം. കുറച്ച് ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ. പാവാണ് എന്റെ കുട്ടി. എന്തൊക്കെയോ ഉള്ളിൽ കിടന്ന് പുകയുന്നുണ്ട് എന്റെ കുട്ടിയുടെ. അത് ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്നെങ്കിൽ ഒരാശ്വാസം കിട്ടിയേനെ. ആ, പുകയുന്നുണ്ട്. ആ രാക്ഷസിയായിരിക്കും. എന്റെ പ്രണയം കുളം തോണ്ടിയ ശവം. ആ, മോള് ഈ ചായ കൊണ്ടുപോയി അവനെ കൊടുക്ക്. കുറച്ച് ഉപ്പും കൂടി വാരിട്ടാലോ? വേണ്ട, ഇപ്പൊ ഒരു പണി കൊടുക്കാൻ മൂടില്ല. നാളെ വല്ലോ നോക്കാം. ഇയാളെന്താണ് നിലത്തൊന്നും വെച്ച് കളിക്കണം? ഓ, ശരീരം പുഷ്പിക്കുക. കുറച്ച് മസിലുണ്ടെന്ന അഹങ്കാരമാ. പണ്ട് ഇവന്റെ 6 പാക്ക് കണ്ടാണ് ഞാൻ മൂക്കുകുത്തി വീണത്. ഇതൊക്കെ കണ്ടിട്ട് എന്നെ കണ്ടോളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സത്യാണ്. ഇങ്ങനെയാണ് നോക്കെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവനെ കയറി റേപ്പും. അനു, കണ്ടോൾ യുവർ സെൽഫ്. ഇന്ന ചായ. ഇതില് നീ എന്താ അടി ചേർത്തിരിക്കുന്നേന്ന്? ഓ, പഞ്ചസാരയ്ക്ക് വില കൂടിയല്ലേ, കുറച്ച് ഉപ്പ് ചേർത്തു. ചി,
കൊണ്ട് പോടി അവിടെ മറ്റേടത്തെ ചായ. ഓ വേണ്ടെങ്കി വേണ്ട, ഞാൻ കുടിച്ചോളാം. അപ്പൊ നീ കള്ളം പറഞ്ഞതായിരുന്നല്ലേ? അതെ, നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഞാൻ പറയുന്നത് അപ്പടെ ഇങ്ങനെ വിശ്വസിക്കാൻ? എടി നിന്നെ ഇന്ന് ഞാൻ അച്ഛാ, എന്നാലും ഇത്രയും വലിയ ബിസിനസ്മാനായി ഇങ്ങേരി ഈ മൂടാച്ചി സ്വഭാവം കൊണ്ട് നടക്കണ എന്താണാവോ? സാധാരണ ഇങ്ങനെയുള്ളവർ നല്ലവനായി ഉണ്ണിയല്ലേ ആവേണ്ടത്. ഇങ്ങേർക്ക് മാത്രം എന്താ ഇങ്ങനെ? അതോ തന്റെ സ്വഭാവം എന്താണോ ഇങ്ങനെ തിരിഞ്ഞു പോയത്? That's none of your business. ഇയാളൊരു സായിപ്പിന്റെ കുഞ്ഞോ, വാ തുറന്ന ഇംഗ്ലീഷ് മാത്രം തുപ്പാൻ. ആ ബിസിനസ് ഒക്കെ താൻ തന്നെ നോക്കിക്കോ. തന്റെ ഈ മൂടാച്ചി സ്വഭാവം കൊണ്ട് ഞാൻ ഈ ജീവിതകാലം മുഴുവൻ പൊറുതിമുട്ടി മരിക്കുമല്ലോ ഓർത്ത് ചോദിച്ചു പോയാണ്. നീ വല്ലാണ്ട് പുണ്യാളത്തെ ചമേണ്ട. ഇതൊക്കെ നിന്റെ പ്ലാനി നടന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ പണവും സ്ഥാനവും കണ്ട് മഞ്ഞളിച്ച് നടത്തിയ ഒരു ചീപ്പ് ഷോ അത് അധികം നാൾ നീണ്ടുപോകുമെന്ന് നീ കരുതണ്ട. ഐ ജസ്റ്റ് ഹേറ്റ് യു. നിന്നെ പോലെ ഇത്രയും തരം താഴ്ന്ന പെണ്ണുങ്ങളിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. നിർത്തണോ? താൻ പറഞ്ഞ് ഇങ്ങോട്ടാ കയറി പോണേ. തന്റെ ഈ ഉണക്ക പൈസ കണ്ടിട്ട് ഒലിപ്പിച്ചു വരാൻ തന്റെ മറ്റവൾ കീർത്തി അങ്ങനെ ചീപ്പ് ഷോ പോലും. അധികം മാത്രം താൻ ആരാടോ? തന്നോട് ഞാൻ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടാൻ. താൻ എന്നെ വെറുക്കുന്നതിലും അപ്പുറം ഞാൻ തന്നെ വെറുക്കുന്നുണ്ട്. അതുകൂടെ ഓർത്ത് വെച്ചോ. മറ്റുള്ളവരുടെ മെക്കിട്ടേറി വാടപ്പിക്കുന്ന പോലെ താൻ എന്റെ അടുത്തേക്ക് വരണ്ട. ഇത് ഐറ്റം വേറെയാണ്. നീ അധികം കിടന്ന് കളിച്ച തൂക്കിയെടുത്ത് എറിയും. ഈ സച്ചിനെ നിനക്ക് ശരിക്കും അറിയില്ല. എന്നെ തനിക്കും അറിയില്ല. കാലമാണ് അഹങ്കാരി. അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്നോട് തർക്കത്തിന് പറയുന്നു. ആ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ? ആലമ്മാരിൽ നിന്ന് അമ്പലത്തിൽ പോകാൻ എനിക്കിടേണ്ട നീല ഷർട്ടൊന്ന് തേച്ച് വെച്ചേക്ക്. തേക്കാൻ ഞാൻ നിന്നെ പ്രത്യേകം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതേടാ, എനിക്ക് നിന്നെ തേച്ച് നല്ല പരിചയമുണ്ട്. അത് നീ പഠിപ്പിച്ചു തരേണ്ട ആവശ്യം ഒന്നുമില്ല. പിന്നെ ഞാൻ നിന്നെ തേച്ചത് വെറുതെ ഒന്നല്ലോ, നിന്റെ തനിക്കുണർന്നിട്ടല്ലേ? നിന്ന് വാചകം പഠിക്കാതെ പോയി പറഞ്ഞ ജോലി ചെയ്തി തേപ്പുകാരി. ആഹാ, ഞാൻ തേപ്പുകാരിയും നീ മാന്യനുമാണല്ലേ? നിനക്ക് ഷർട്ട് തേച്ച് തരുന്നല്ലേടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ പട്ടി. നിന്റെ ഷർട്ട് ഇങ്ങനെ പണ്ടാരം ഈ ഷർട്ട് അവിടെ പോയി കിടക്കണം. ഇതെന്താ? ഐശു